ഹലോ വെൽക്കം ബാക്ക് ടു ഐനസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ലെഹങ്ക കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ട് 2 ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പാർട്ട് 1 കാണാത്തവർ നമ്മുടെ ചാനലിലേക്ക് കയറിയിട്ട് പാർട്ട് 1 കാണുന്നതാണ്. കട്ടിങ്ങിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെഹങ്കേൻ്റെ പാർട്സ് 16 ഉള്ളത് നിവർത്തി വെക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ബ്രൊക്കേഡ് ഷെയ്ഡിലുള്ള, അതായത് ബനാറസി ബ്രൊക്കേഡ് ഷെയ്ഡിലുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നൂല് നന്നായിട്ട് പിരിഞ്ഞു പോകും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ഇളകി പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചാണ് ഞാനത് നിവർത്തി വെച്ചതും സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. കുറച്ചധികം ടൈം എടുത്തിട്ട് ചെയ്ത ഒരു ഡ്രസ്സ് കൂടിയാണ്. ഒറ്റൊരു ദിവസം കൊണ്ടാണ് ഈ ഒരു ലെഹങ്കേൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നത്. അതിന് നൂല് നന്നായിട്ട് ഇളകുന്നത് കൊണ്ട് തന്നെ നമ്മൾ പിടിച്ച് വലിക്കാനോ ആക്കാനോ ഒന്നും പാടില്ല. കട്ട് ചെയ്ത് തന്നെയായിരുന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഓരോ പാർട്സും എടുത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുന്നവർക്കറിയാം എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരേ ഇരിപ്പിലാണ് ചെയ്ത് തീർക്കുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ അബദ്ധത്തിലാകും നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ എന്നുള്ള കാര്യം അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ കോൺസെൻട്രേഷനും അതുപോലെ തന്നെ ക്ഷമയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഓരോ ഡ്രസ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി തീർക്കുന്നത്. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും മെനക്കെട് കൂടിയതും എന്നാൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേ ദിവസത്തെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു മെയിൻ ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഡ്രസ്സൊക്കെ ഭയങ്കര ഓക്കെ ആയിരുന്നു എന്നുള്ള നമ്മുടെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു എഫേർട്ടിനുള്ളൊരു ഫലം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സ് വരുന്നത് നമുക്ക് മെയിൻ ഫാബ്രിക്കും 2 രീതിയിലുള്ള ലൈനിങ്ങും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു നെറ്റിൻ്റെ ക്യാൻ സ്കേർട്ടിൻ്റെ പോലെ തന്നെ നമുക്ക് ക്യാൻ നെറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു പണി കൂടുതൽ. ഇത് നമുക്കാ ഒരു സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ കുറച്ച് അധികം എടുത്തത്. ഒറ്റൊരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയൊരു ഉറപ്പുണ്ടായിരുന്നില്ല. പക്ഷേ അത്രയും സാറ്റിസ്ഫൈഡോടുകൂടി ചെയ്ത് തീർത്തൊരു വർക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ തന്നെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഈ ഒരു ഇത് ചെയ്തെടുക്കാൻ പറ്റും. ലെഹങ്കേൻ്റെ കട്ടിങ് സിമ്പിളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇതാണ് അതിൻ്റെ മെയിൻ ഫാബ്രിക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ റോങ് സൈഡിൽ തന്നെ അതിൻ്റെ ക്രീപ്പ് ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം നമ്മളിതിൻ്റെ പടിയായിട്ട് വെക്കാൻ വേറെ തന്നെ എടുക്കുന്നുണ്ട്. നമ്മൾ ലൈനിങ്ങും കാര്യങ്ങളെല്ലാം റോങ് സൈഡിൽ തന്നെയാണ് വെച്ച് പോയിട്ടുണ്ടായിരുന്നത്. ക്രീപ്പ് ലൈനിങ് അടിക്കാൻ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 2 നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട് പീസും കാര്യങ്ങളെല്ലാം സ്റ്റിച്ച് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടായിരുന്നു ഞാൻ ആ ഒരു മെയിൻ ഫാബ്രിക്കിലേക്ക് ക്രീപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ എഡ്ജും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മടക്കി അടിച്ചിട്ടും ഉണ്ടായിരുന്നു. അതിനുശേഷം ചെയ്തത് നമ്മുടെ കോട്ടൺ ലൈനിങ്ങിൽ അടിമടക്കി അടിച്ച ശേഷം കൃത്യമായിട്ടുള്ള അളവ് മാർക്ക് ചെയ്ത ശേഷമാണ് നമ്മൾ ആ ഒരു ക്യാൻ നെറ്റ് ഫിക്സ് ചെയ്യുന്നത്. നെറ്റ് ഫിക്സ് ചെയ്യുന്നതിന് ഈ ഒരു മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തത്. പല മെത്തേഡും പല ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. എനിക്കിത് ഏകദേശം ഒരു 20 മീറ്ററോളം നീളത്തിലാണ് ഈ ഒരു നെറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 20 മീറ്ററും നമ്മളിതുപോലെ നല്ല രീതിയിൽ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് മടക്കിയ ശേഷം വീണ്ടും അതിൻ്റെ മുകളിലേക്ക് തന്നെ കയറ്റി മടക്കിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു പകുതി ആയപ്പോഴത്തേക്ക് തന്നെ പിന്നെയും ഒരുപാട് നമുക്ക് തയ്ക്കാനുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ ഈ തയ്ച്ച് വന്നപ്പം ഇത്രത്തോളം ആ ഒരു സ്കേർട്ട് പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുപോലെ വേണമെന്ന് ഓൾറെഡി എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം ഒന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്ന കണക്ക നമ്മൾ ലൈനിങ്ങിൻ്റെ നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മെയിൻ ഫാബ്രിക്കിൻ്റെ കൂടെ ക്രീപ്പ് അറ്റാച്ച് ചെയ്തു. അതിൻ്റെ മുകളിലേക്കാണ് ഇപ്പം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാൻ നെറ്റ് അടങ്ങിയിട്ടുള്ള ലൈനിങ്, അതായത് കോട്ടൺ ലൈനിങ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എണീക്കാതെ അല്ലെങ്കിൽ
വെള്ളമൊന്നും കുടിക്കാതിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം കുടിച്ച് ഡീഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് എണീച്ച് നമ്മൾ നടുവൊന്നൊക്കെ നിർത്തിയാൽ നമ്മുടെ ഹെൽത്തിനും കൂടി ഓക്കെയാണ് കേട്ടോ. അപ്പം ഒരേ സ്റ്റിച്ചിൽ ഇതൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തീർക്കാൻ പാടില്ല. ഒരേ ഇരുത്തത്തിൽ നമ്മൾ ചെയ്ത് തീർക്കാനേ പാടില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ വാമപ്പ് ചെയ്യുന്നതൊക്കെ വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ എഴുന്നേറ്റ് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളതിൻ്റെ പടിക്ക് വേണ്ടിയിട്ട് 4 ഇഞ്ചിലൊരു പടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, വിട്ടുപോയിരുന്നു. അപ്പം ഈ ഒരു മെറ്റീരിയലും കാര്യങ്ങളെല്ലാം സ്റ്റിച്ച് ചെയ്ത ശേഷം ഇതുപോലാണ് ഉണ്ടായത്. നമ്മളത് ഡയറക്റ്റ് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം വന്ന് വാങ്ങിക്കാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.